ഹലോ ഗൈസ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് രാവിലെ കഴിക്കാൻ ഓട്ടപ്പമായിരുന്നു കേട്ടോ. ഇനി നിങ്ങളുടെ നാട്ടിൽ ഓട്ടപ്പം എന്നാണ് വിളിക്കുക. കറി വന്നിട്ട് മുട്ടക്കറി ആയിരുന്നു. അങ്ങനെ അതൊക്കെ കഴിച്ചു. പിന്നെ ചായ ഒരു ഗ്ലാസ് കുടിച്ചു. അത് കഴിഞ്ഞ് നേരെ തോട്ടത്തിലോട്ട് പോയി. ഇതാണ് ചീരയുടെ ഇപ്പോഴത്തെ അവസ്ഥ. ഇതാണ് ഇപ്പോൾ ഞങ്ങളുടെ തോട്ടം. അത് കഴിഞ്ഞ് ഞങ്ങൾ മേലെ പറമ്പിൽ പോയി. അത് വന്നിട്ടൊരു കുന്നിൻ്റെ മുകളിലാണ്. അപ്പോൾ കുറച്ച് നടന്നിട്ട് പോകണം, കുറേ ദൂരം പോകണം. ഇത് പോകുന്ന വഴിയാട്ടോ. അപ്പോൾ അവിടെ ഒരു ഭംഗിയുള്ളൊരു മരം കണ്ടു. അപ്പോൾ ചുമ്മാ അതിൻ്റെ ഒരു വീഡിയോ എടുത്തു. അപ്പോൾ ഇതാണ് ഞങ്ങളുടെ പറമ്പ്. കുറച്ച് തെങ്ങും കുറച്ച് കശുമാവും ഒക്കെ ആണുള്ളത്. ഞങ്ങൾ ആക്ച്വലി ഇന്ന് കശുവണ്ടി പെറുക്കാൻ വേണ്ടിയിട്ടാണ് വന്നത്. എന്താ ഞങ്ങളുടെ പട്ടി, അവൻ്റെ ഫ്രണ്ടാണ് അപ്പുറത്തുണ്ടായിരുന്നത്. ഇതൊക്കെ ഞങ്ങളുടെ പറമ്പാണ്. ഇതെന്താണെന്നറിയോ, ചൂരലുണ്ടല്ലോ, ചൂരലിൻ്റെ ഒരു വലിയ ചെടിയാണ് ആ അപ്പുറത്തുള്ളത്. സോ അതിന്ന് വന്ന അതിൻ്റെ പൂ പോലത്തെ എന്തോ ഒരു സാധനമാണിത്. പക്ഷെ കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു. ഭയങ്കര നീളമുണ്ട് ഇതിന്. ഈ പനയുടെയൊക്കെ പനങ്കുല പോലെ മോളും തൊട്ട് താഴം വരെ ഈ ഒരു സാധനം ഉണ്ടായിരുന്നു. അതിൻ്റെ നീളം കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു. അത് ഇതൊക്കെ വിറക് കൂട്ടിയിട്ടേക്കുവാ കൊണ്ടുപോകാനായിട്ട്, മഴക്കാലത്തേക്ക് വെക്കാനായിട്ട്. ഇതൊക്കെ കശുമാവാണ് കേട്ടോ. ഒരുപാട് കശുവണ്ടി ഒന്നുമില്ല, കുറച്ചൊക്കെ ഉള്ളൂ. ഇത് സ്ഥലം കാണാൻ നല്ല ഭംഗിയാണ്. ഇത് അതിൻ്റെ ഏറ്റവും ടോപ്പിലാണ് ഈ ഒരു സ്ഥലം എന്ന് പറയുന്നത്, ഈ ഒരു പോർഷൻ എന്ന് പറയുന്നത്. പിന്നെ വീണ്ടും ആ ഒരു കുന്ന് അതുപോലെ താഴേക്ക് ഇറങ്ങിപ്പോകും. അപ്പോൾ ഇതാണ് ആ കുന്നിൻ്റെ ടോപ്പ് എന്ന് പറയണത്. ഒന്ന് രണ്ട് കശുവണ്ടിയൊക്കെ കിട്ടിയിട്ടുള്ളൂ കേട്ടോ. അതൊക്കെ ഞങ്ങൾ പെറുക്കി. സാധാരണ എല്ലാ വർഷവും ഒരുപാട് പിടിക്കുന്നതാണ്. ഇക്കൊല്ലം അങ്ങനെ ഒരുപാട് അങ്ങനെ പിടിച്ചിട്ടൊന്നുമില്ല. ആകെ ഒന്നോ രണ്ടോ മാവിനൊക്കെ പിടിച്ചിട്ടുള്ളൂ. കാര്യമായിട്ട് അങ്ങനെ പിടിച്ചിട്ടൊന്നുമില്ല. അവിടെ നോക്കിയപ്പോൾ എന്തോ ഒരു പൂ കണ്ടു. നല്ല ഭംഗിയുണ്ടായിരുന്നു അത് കാണാനായിട്ട്. പിന്നെ വീണ്ടും ചുമ്മാ ഇതിലൂടെയൊക്കെ ചുമ്മാ ഞാൻ നടന്നുകൊണ്ടിരുന്നു.
വീണ്ടും ആ സെയിം പൂവ് ഒന്നും കൂടെ കണ്ടു, പക്ഷേ ഇത് കുറച്ച് വ്യത്യാസമുണ്ട്. അതിൻ്റെ ഒരു അടിഭാഗത്ത് ഒരു റെഡ് കളറായിരുന്നു ഉണ്ടായിരുന്നത്. അത് നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാൻ. ഇതാട്ടോ റോസ്മേരി. ഇതൊരു കളിമുൾ ചെടീൻ്റെ ഒരു വെറൈറ്റിയാണ്. പിന്നെ എനിക്കൊരു റെഡ് കളറിലൊരു കാഷ്യൂ കിട്ടി. ഇതാണ് കേട്ടോ റാണിപുരം ഹിൽസ്. ഊട്ടി ഓഫ് കേരള എന്നാണ് ഇത് അറിയപ്പെടുന്നത്. കാരണം ഇവിടുത്തെ ടെമ്പറേച്ചറൊക്കെ നല്ല കുറവാണ്. 15 വരെയൊക്കെ പോകും തണുപ്പ് സമയത്ത്. ഒരുപാട് ടൂറിസ്റ്റൊക്കെ ഈ ഹിൽസിലോട്ട് വരാറുണ്ട്. ഇതൊരു ടൂറിസ്റ്റ് സെൻ്ററാണ് ആക്ച്വലി ആ ഹിൽസ്. അത് കഴിഞ്ഞ് എല്ലാ പണിയും കഴിഞ്ഞ് കുറച്ച് ഓലയൊക്കെ എടുത്തിട്ട് ഞങ്ങൾ നേരെ വീട്ടിലോട്ട് പോയി. ഇതൊക്കെ ഞങ്ങൾ വീട്ടിലോട്ട് കൊണ്ടുപോകാനായിട്ട് റെഡിയാക്കി വെച്ച ഓലയാണ്. അത് പിന്നീട് ഞങ്ങൾ കൊണ്ടുപോകും. ഇപ്പോൾ കുറച്ച് ഓല എടുത്തിട്ട് ഞങ്ങൾ വീട്ടിലോട്ട് പോവാണ്. ഇന്നത്തെ ഒരു പണി ഇത്രേ ഉള്ളൂ. ഇതാണ് കേട്ടോ കാപ്പിയുടെ പൂ. ഞാൻ ഓൾറെഡി എൻ്റെ ഒരു വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു. ഇവിടെ നിറച്ചും കാപ്പിയുടെ പൂ പിടിച്ചിരിക്കുകയാണ്. അങ്ങനെ വീട്ടിലെത്തിയപ്പോൾ ഉച്ചയായി. ചോറൊക്കെ കഴിച്ചു. പിന്നെ വൈകുന്നേരം ചായ കുടിച്ചു. അപ്പോൾ ഇന്നത്തെ ഒരു ദിവസത്തിലേക്കുള്ള ടാറ്റ ബൈ ബൈ, സീ യു.